ഈ ക്ലാസ്സിന് വരുന്നതിന് എന്തൊരു ബോറ് പരിപാടിയാണെന്നറിയാമോ? ഞാനിന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വീട്ടിൽ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാൻ? ഇത് തന്നെ എൻ്റെ അവസ്ഥ. ഈ അമ്മയുടെ കൂടെ ഒരു വഴക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ടയേർഡാ, ഇന്ന് ഞാൻ ലീവ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ചൂടാവുക. പരീക്ഷയില്ലേ വരുന്നത്, നിൻ്റെ മാർക്ക് തുക കുറവാണ്, അങ്ങനെ ഇതാണ് അതാണെന്നും പറഞ്ഞ് വീട്ടിലൊരു ചെവിതല കേൾക്കണ്ട, വീട്ടിലിരിക്കാനും വയ്യ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ബ്രേക്കിന് നമുക്ക് വെളിയിൽ പോകല്ലേ? ഇന്ന് നീ ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിൽ കയറണോ? എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഞാൻ അവനെ കാണാൻ പോവാം. ആഴെ കാണാൻ പോവാനാ? മറ്റേ അവൻ, ഞാനിപ്പോൾ നിന്നോട് പറ്റി പറയാനില്ല, എനിക്കിപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരു ഡേവിഡിനെ പറ്റി. അവനോട് ചോദിച്ചു നമുക്ക് മീറ്റ് ചെയ്താലോ എന്നുള്ളത്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എനിക്ക് ഓക്കെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നീ എൻ്റെ കൂടെ വരണം, പക്ഷെ എനിക്കെല്ലാ ധൈര്യമില്ല. എൽസ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്ന് വിശ്വസിക്കുക, ഇതുപോലൊന്നും ഒരു കുഴപ്പം നിനക്ക് പറ്റത്തില്ല. ഞാനല്ലേ പോകുന്നത്, നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അദ്ദേഹത്തെ ആ റൂം നമ്പറിൽ പോയി കണ്ടിട്ട് തിരിച്ചു വന്നോളാം. ട്രസ്റ്റ് മീ, ഒന്നും സംഭവിക്കില്ല. നീ വിശ്വസിക്കും, നിന്നെ ഒന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് വരാം, ഒരു 15 മിനിറ്റ്സേ എടുക്കുള്ളൂ. മിനിമം പോയ 50 മിനിറ്റ്സ്, അത്രേ ഉള്ളൂ. പ്ലീസ് ഒന്ന് സഹായിക്കേണ്ട ഇവിടെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ പ്രശ്നങ്ങളൊക്കെ, പക്ഷേ നിനക്കറിയാമല്ലോ എൻ്റെ അമ്മയെ നിനക്ക് ശരിക്കും അറിയില്ല. അവരെങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിക്കും. അവർക്ക് ഇവിടുത്തെ ടീച്ചേഴ്സുമായിട്ടൊക്കെ നല്ല പരിചയമുള്ളതാണ്. നമ്മൾ മിക്കവാറും പെടും ഈ ഉച്ചയ്ക്കുള്ള ഈ ക്ലാസ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ എൻ്റെ അമ്മയെ അറിയും. എന്നെ പിന്നെ വെച്ചേക്കത്തില്ല. നിനക്കറിയാമല്ലോ എൻ്റെ അമ്മയുടെ സ്വഭാവം. നിന്നേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അമ്മയുടെ സ്വഭാവം. അവർക്ക് ഒരുപാട് പിടിപാടുകളൊക്കെ ഉള്ള ഏരിയയാണ്. എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും, ഒട്ടുമിക്ക ടീച്ചേഴ്സിനെയും അവർക്ക് നല്ല പരിചയമാണ്. അവർ മിക്കവാറും അന്വേഷിക്കും. വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും പ്രശ്നമായിരിക്കും. നിൻ്റെ വീട്ടിലും അറിയും, എൻ്റെ വീട്ടിൽ അതിനേക്കാളും പ്രശ്നമായിരിക്കും. നിൻ്റെ വീട്ടിലും എൻ്റെ അമ്മ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കിയും നമ്മുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ അത് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതെനിക്കൊരു ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനെന്നെ നീ നിർബന്ധിക്കരുത്, പ്ലീസ്. നീ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ വന്ന് പറയല്ലേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു പോയി. നിനക്കറിയാമല്ലോ, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്കിതങ്ങനെ പെട്ടെന്ന് വീണാൻ വെക്കാൻ കഴിയില്ലടാ. നിങ്ങൾ മനസ്സിലാക്കുക, ഞാനൊരു ഗേളാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? ഇങ്ങനെ പറ. നീ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു കൈൻഡ് ഓഫ് സേഫ്റ്റി പോലെയാണ് എനിക്ക് തോന്നുക. എനിക്കൊരു ധൈര്യം കിട്ടും നീ കൂടെ എൻ്റെ കൂടെ അവിടെ നിൽക്കുകയാണെങ്കിൽ. ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ്? എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഉടനെ എന്നെ വിളിക്കാമല്ലോ. അല്ലെങ്കിൽ നിനക്കറിയാം, പ്ലീസ് എന്നെ നീ ഇങ്ങനെ ഇമോഷണൽ ആക്കരുത്. ഇതെനിക്കൊരു ലാസ്റ്റ് ചാൻസാണ്. പ്ലീസ്, എനിക്ക് പിന്നെ ഇങ്ങനൊരു അവസരം കിട്ടില്ലടാ. നമുക്ക് പിന്നെ ഈ ഉച്ച കഴിഞ്ഞ് ഇങ്ങനൊരു ഫ്രീ ടൈം കിട്ടില്ല. പിന്നെ എക്സാംസൊക്കെ വരുവാണ്. എനിക്കിനി അതൊക്കെ കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല. എനിക്കൊന്ന് ഒരു വട്ടം കണ്ടാൽ മതിയടാ, ഒരു വട്ടം കണ്ടാൽ മതി. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. നേരിട്ട് ഫസ്റ്റ് ടൈം ആണ് ഞാനതൊക്കെ കാണാൻ പോകുന്നത്. എനിക്കൊരുപാട് കൈൻഡ് ഓഫ് ഒത്തിരി രീതി ഞാൻ സ്വപ്നം കണ്ടതാണ് ഈ ഒരു കണ്ടുമുട്ടൽ. അപ്പോൾ അത് നീയായിട്ട് അതില്ലാതാക്കരുത്. നീ ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഞാനതൊക്കെ ഇപ്പോൾ കണ്ടിട്ട് ഉടനെ വന്നോളാം. നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പ്ലീസ്, എനിക്ക് വേറെ ആരുമില്ലടാ പറയാൻ. ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്. എങ്കിൽ ശരി, നിനക്ക് വേണ്ടി ഞാനിത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും എന്നോട് ഇത് ചോദിക്കരുത്, ഓക്കെ? താങ്ക് യുടാ.